ഹായ് ഫ്രണ്ട്സ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീക്കാണ് കടന്നു പോയിരിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, എൻ്റെ പോർട്ട്ഫോളിയോ ആദ്യമായി 50% പ്രോഫിറ്റ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതത്ര വലിയ കാര്യമൊന്നുമല്ല, കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും പോർട്ട്ഫോളിയോ ഇതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് അതിലെ പല സ്റ്റോക്കുകളും ഈ അടുത്താണ് ഞാൻ വാങ്ങിയത് എന്നുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതുകൂടി സന്തോഷത്തിന് മറ്റൊരു കാരണമാണ്. എന്തായാലും ഇതിനൊരു കാരണമായി ഞാൻ കരുതുന്നത് മുൻപത്തേതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻ ഞാൻ പാലിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന IT കമ്പനിയാണ്. 300% റിട്ടേൺ ആണ് ഹാപ്പിയസ്റ്റ് മൈൻഡിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. രണ്ടാമതായി CDSL എന്ന കമ്പനിയുമുണ്ട്. 175% റിട്ടേൺ എനിക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് സ്റ്റോക്കുകളൊന്നുമില്ല, 15 സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെല്ലാം മിഡ് ക്യാപ് കമ്പനികളാണ്. യെസ്, അത് തന്നെയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ എടുത്തു പറയേണ്ടത്. ദീർഘകാലത്തേക്ക് റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല കമ്പനി ചോദിച്ചാൽ എല്ലാവരും പറയുന്ന കുറച്ച് കമ്പനികളുണ്ട്. റിലയൻസ്, ICICI, HDFC ബാങ്ക്, HDFC, SBI, ബജാജ് ഫിനാൻസ്, ഡിമാർട്ട്, TCS, ഇൻഫോസിസ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ആളുകളും ദീർഘകാലത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനികളെല്ലാം ഒരു മാസീവായിട്ടുള്ള റിട്ടേൺ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതെല്ലാം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് എന്ന കാര്യം സത്യമാണ്. റിസ്ക് വളരെ കുറവാണ് എന്നുള്ളതും സത്യമാണ്. എന്നാൽ ഇതെല്ലാം 2-3 ഇരട്ടി വളർച്ച 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് നൽകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇത്തരം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ? തീർച്ചയായും വേണം. ഞാൻ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മ്യൂച്വൽ ഫണ്ടിലൂടെയാണ് എന്ന് മാത്രം. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഓരോ സെക്ടറിലും എത്ര ശതമാനം വെച്ചാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ചെറിയ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, ഇത് തന്നെയാണ് ആ പിക്ചർ. ഓരോ അസറ്റിലുമുള്ള അലോക്കേഷൻ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ 30% ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ വീടും സ്ഥലവും എല്ലാം അതിൽ ഉൾപ്പെടും. നമ്മൾ ടോട്ടൽ അസറ്റിൽ 30% റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. മ്യൂച്വൽ ഫണ്ടിൽ 20%, പെൻഷൻ ഫണ്ടിൽ 3%, ഗോൾഡിൽ അത് ഫിസിക്കൽ ആയിക്കോട്ടെ ഡിജിറ്റൽ ആയിക്കോട്ടെ 5%, ലിക്വിഡ് ക്യാഷായി ബാങ്കിൽ 1%, അതായത് എമർജൻസി ഫണ്ടിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഫണ്ട് അത് 1%, സ്മാൾ കേസിൽ 15%, സ്റ്റോക്കിൽ 15%, സിംഗ് ട്രേഡിങ്ങിന് വേണ്ടി 5%, ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി 1%. നമുക്ക് തീർച്ചയായും വാഹനങ്ങളും ആവശ്യമുണ്ടാകും, അതിനുവേണ്ടി ഒരു 5%മാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 100% നമ്മുടെ അസറ്റ് അലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോയിൽ 10 ലക്ഷമാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ ലാൻഡിൽ 3 ലക്ഷവും, മ്യൂച്വൽ ഫണ്ട് 2 ലക്ഷവും, പെൻഷൻ ഫണ്ടിന് വേണ്ടി 30,000, ഗോൾഡിൽ 50,000, ലിക്വിഡ് ക്യാഷായി 10,000, സ്മാൾ കേസിൽ 1.5 ലക്ഷവും, സ്റ്റോക്കിൽ 1.5 ലക്ഷവും, സിംഗ് ട്രേഡിൽ 50,000, ഇൻട്രാഡേക്ക് 10,000, വെഹിക്കിൾ ഫണ്ടായി 50,000 രൂപയുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അലൊക്കേഷൻ പ്രകാരം സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 1.5 ലക്ഷം രൂപയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയുള്ള സ്റ്റോക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ ചിപ്പ് കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത്തരം സ്റ്റോക്കുകളെല്ലാം ഉൾപ്പെടുത്തിയാൽ അതന്നെ 20 എണ്ണം കടക്കും. ആ 20 എണ്ണവും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്തരം സ്റ്റോക്കുകളെല്ലാം ഞാൻ മ്യൂച്വൽ ഫണ്ടിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായും ലാർജ് ക്യാപ്പ് ഫണ്ടിൽ അത്ര തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായാലും എൻ്റെ ആ ഒരു ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് 9% പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രതിമാസം ഒരു 4,000 രൂപ ഞാൻ ഇത്തരം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ 5% റിലയൻസിലാക്കിയാണ് പോകുന്നത് എങ്കിൽ 200 രൂപയുടെ മ്യൂച്വൽ ഫണ്ട്, അതായത് റിലയൻസിൻ്റെ 200 രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ഓരോ മാസവും എൻ്റെ പോർട്ട്ഫോളിയോയ്ക്ക് വരുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് അത്തരം ലാർജ് ക്യാപ്പ് കമ്പനികളിൽ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരം ലാർജ് ക്യാപ്പ് കമ്പനികളുടെ എല്ലാ ബെനിഫിറ്റും ആ ഒരു മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. യെസ്, അടുത്ത സ്റ്റോക്ക് പറയാനുള്ളത് സ്മാൾ ക്യാപ്പ് കമ്പനികളാണ്. സ്മാൾ ക്യാപ്പ് കമ്പനികൾ നമുക്കറിയാം ഉയർന്ന റിട്ടേൺ നൽകാൻ സാധ്യതയുള്ളതാണ്, പക്ഷേ ഉയർന്ന റിസ്ക്കുമുണ്ട്. ഇത്തരം കമ്പനികൾ ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നതിന് വളരെ വിഷമകരമായ കാര്യമാണ്. കാരണം വളർന്നു വരുന്ന ചെറിയ ചെറിയ കമ്പനികളായിരിക്കും, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അതും കുറച്ച് റിസ്ക് ആയത് കാരണം അതും ഞാൻ മ്യൂച്വൽ ഫണ്ടിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു സ്മാൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ്റെ സ്മാൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ഇതുവരെ 33% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇനി എനിക്കുള്ളൊരു മ്യൂച്വൽ ഫണ്ട് വിദേശ കമ്പനികളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. ഇന്ന് വരെ ആ മ്യൂച്വൽ ഫണ്ട് 26% റിട്ടേൺ ആണ് എനിക്ക് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഒരുപാട് ഫാർമ കമ്പനികൾ ഫ്യൂച്ചറിലേക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വ്യൂ പോയിന്റിൽ ഞാൻ ഒരുപാട് ഫാർമ കമ്പനികൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോക്കുകളുടെ എണ്ണം കൂടാൻ ഇടയാക്കും. അതുകൊണ്ട് ഒരു സെക്ടർ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഫാർമ സെക്ടർ ഫണ്ടാണ്.
അത് ഇതുവരെ എനിക്ക് 10% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ലാർജ് ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, സ്മാൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഫാർമ സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്തു, 1-2 വിദേശ കമ്പനികളുള്ള ഫ്ലെക്സി ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാത്ത ഒരു മേഖല എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് കമ്പനികളാണ്. അതിനുവേണ്ടി ഒരു മ്യൂച്വൽ ഫണ്ട് ലാർജ് ആൻഡ് മിഡ് കാറ്റഗറിയിൽ, അതായത് ലാർജ് ക്യാപ്പ് കമ്പനിയിലും മിഡ് ക്യാപ്പ് കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 5 മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ നേരത്തെ മ്യൂച്വൽ ഫണ്ടിലേക്ക് അലോക്കേറ്റ് ചെയ്ത ആ ഒരു ഫണ്ട് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൂടെ ലാർജ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, ഫാർമ സെക്ടറിലെ ഒരുപാട് കമ്പനികൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള വിദേശ കമ്പനികൾ, ഇത്രയും സെക്ടറുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ കവർ ചെയ്യാത്ത ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ വാച്ച് ലിസ്റ്റിലെ മികച്ച സ്റ്റോക്കുകൾ സ്ക്രീനർ എന്ന വെബ്സൈറ്റിൻ്റെ സഹായത്തോടുകൂടി കണ്ടെത്തി അതിൽ കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അത് നമ്മൾ 15 സ്റ്റോക്കുകളാണ് എന്ന് പറഞ്ഞു. ഈ 15 സ്റ്റോക്കുകളിൽ 11 സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്ത് 6 വർഷത്തിൽ താഴെ മാത്രമായ കമ്പനികളാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ആ കമ്പനികളിലെ മാത്രം റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 70% കൂടുതലാണ്. അതായത് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ളത് ഈ അടുത്ത് ലിസ്റ്റ് ചെയ്ത മികച്ച കമ്പനികളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ആ 11 കമ്പനികൾ ഈ പറയുന്നവയാണ്: അഫിൽ ഇന്ത്യ, CDSL, ഏഞ്ചൽ ബ്രോക്കിംഗ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്, റൂട്ട് മൊബൈൽ, ക്യാൻസ്, SBI കാർഡ്, ആവാസ് ഫിനാൻസിയേഴ്സ്, ലോറസ് ലാബ്, ഇന്ത്യ മാർട്ട്, IRCTC. 6 വർഷത്തിൽ കൂടുതൽ ലിസ്റ്റ് ചെയ്ത 4 കമ്പനികളാണ് എൻ്റെ ലിസ്റ്റിലുള്ളത്. അത് മണപ്പുറം, കോഫോർഗ് ലിമിറ്റഡ്, അസ്റ്റർ പോളിടെക്നിക്, കാഞ്ചി കർപ്പൂരം എന്നീ കമ്പനികളാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഇതേത് മാർക്കറ്റ് ക്യാപിറ്റലിലുള്ള കമ്പനികളാണ് എന്ന് നോക്കിയാൽ മിഡ് ക്യാപ്പ് കമ്പനികൾ 50%, 50% ലാർജ് ക്യാപ്പ് കമ്പനികളിലുമാണ്. അതായത് മാർക്കറ്റ് ക്യാപിറ്റൽ 5000 to 20,000 വരുന്ന 50% കമ്പനികളും 20%-ൽ കൂടുതലുള്ള 50% കമ്പനികളിലുമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള ഒരു ഫണ്ട് എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോക്കിൽ അലോക്കേറ്റ് ചെയ്ത ഫണ്ട് 1.5 ലക്ഷമാണ്. ആ 1.5 ലക്ഷത്തിന് മാത്രമാണ് ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുള്ളത്. ഇതുപോലെ 10 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ അലോക്കേറ്റ് ചെയ്യേണ്ട മറ്റൊരു സെക്ടറാണ് സ്മാൾ കേസുകൾ. 2 സ്മാൾ കേസുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒന്ന് ദ നാക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസും മറ്റൊന്ന് ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്മാൾ കേസുമാണ്. ഇന്നത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ ദ നാക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസ് 53% റിട്ടേൺ ആണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഇലക്ട്രിക് മൊബിലിറ്റിയിൽ നിന്ന് 18% റിട്ടേണും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും പെൻഷൻ ഫണ്ട് നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഞാൻ എന്തായാലും അതിലേക്ക് ഹെവി ആയിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ബേസിക്കായി ഒരു പെൻഷൻ പ്ലാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് അടൽ പെൻഷൻ യോജന എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പ്ലാനാണ്. അതുപോലെ തന്നെ ഗോൾഡിലും കാര്യമായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. സോവറിൻ ഗോൾഡ് ബോണ്ടാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും മികച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം സിങ്ക് ട്രേഡിങ്ങിന് വേണ്ടി 5% ഞാൻ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു ഫണ്ട് ഞാൻ ഇപ്പോൾ വാങ്ങിക്കാറുണ്ട്. സിങ്ക് ട്രേഡിന് വേണ്ടി ഞാൻ ഈ അടുത്ത് സെലക്ട് ചെയ്ത സ്റ്റോക്കാണ് ഏഞ്ചൽ ബ്രോക്കിംഗ്. ഏഞ്ചൽ ബ്രോക്കിംഗ് വീഡിയോ തയ്യാറാക്കുന്ന ഇന്ന് 20% അപ്പർ കട്ട് ഓഫ് അടിച്ചാണ് നിൽക്കുന്നത്. ഞാൻ സിങ്ക് ട്രേഡിങ്ങിന് വേണ്ടി തിങ്കളാഴ്ച വാങ്ങിയ സ്റ്റോക്കായിരുന്നു അത്. മറ്റൊന്ന് ഇൻട്രാഡേയാണ്. ഇൻട്രാഡേക്ക് 1% ഫണ്ടാണ് ഞാൻ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഞാൻ ഇൻട്രാഡേ ചെയ്യാറില്ല. മറ്റൊന്ന് നമുക്ക് വേണ്ടത് എമർജൻസി ഫണ്ടാണ്. അതായത് ലിക്വിഡ് ക്യാഷ്. നമുക്ക് കുറച്ചെങ്കിലും ക്യാഷ് ലിക്വിഡ് ക്യാഷായി വേണം എന്നാണ് പല ഫിനാൻസ് എക്സ്പെർട്ടേഴ്സും പറയുന്നത്. ഈ കൊറോണ പോലെയുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഈ ലിക്വിഡ് ഫണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് അതുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് ലിക്വിഡ് ക്യാഷിന് വേണ്ടി 1% ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. മറ്റൊന്ന് വെഹിക്കിൾ ഫണ്ടാണ്. വെഹിക്കിൾ ഫണ്ടിന് വേണ്ടി 5% ഞാൻ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ വെഹിക്കിൾ വാങ്ങിക്കുന്നത് ഒരു ഡെഡ് മണിയാണ്. എന്നാലും നമുക്ക് ജീവിതത്തിൽ അതും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന് 5% ഫണ്ടാണ് ഞാൻ വിലയിരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും മറ്റേതെങ്കിലും വണ്ടികൾ നമ്മൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് തുല്യമായി തന്നെ നമ്മുടെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതും ഈ ഒരു എക്സൽ വർഷീറ്റിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളെ പറ്റി പറഞ്ഞു. ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം അതാത് പോയിന്റുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൽ കാണാവുന്നതാണ്. ഉദാഹരണമായി അടൽ പെൻഷൻ യോജനയെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ നൽകാം. സ്മാൾ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്മാൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്കും ഇവിടെ നൽകുന്നതാണ്. അതോടൊപ്പം സോവറിൻ ഗോൾഡ് ബോണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൽ കാണാവുന്നതാണ്. ഈ സ്റ്റോക്കുകളെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും എല്ലാം ഒരുപാട് ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റും ഇവിടെ ഞാൻ നൽകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരുപാട് സ്റ്റോക്കുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ സ്റ്റോക്കുകളൊന്നും ഒരു ബൈയിങ് റെക്കമെൻഡേഷനായി നിങ്ങൾ എടുക്കരുത്. ഈ വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.